ധർമ്മടം പരീക്കടവ് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം. ധർമ്മടം പരീക്കടവ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആധാരമാക്കി അല്പം ചരിത്രം. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശ്രീ കുറുമ്പ ഭഗവതി 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വളപട്ടണം കൈതാട്ടിൽ നിന്ന് കടൽ മാർഗം വന്നതായാണ് പൂർവ്വ ചരിത്രം. അതിനുശേഷം ധർമ്മടം തീരത്ത് പരീക്കടവ് എന്ന സ്ഥലത്ത് ദേവി കുടികൊള്ളുകയും അവിടെ ക്ഷേത്രം പണിത് ദേവിയെ ആരാധിച്ചു വരികയും ചെയ്യുന്നു. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രധാന സ്ഥാനമാണ് ധർമ്മടം ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവിയായ മൂത്ത ഭഗവതി വലിയമ്മ, ഇളയ ഭഗവതി ചെറിയമ്മ, ദണ്ഡൻ, കണ്ഠകർണൻ എന്നീ ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ച് ഇവിടെ ആരാധിച്ചു വരുന്നു. വെളിച്ചപ്പാടിലൂടെയാണ് സ്ഥാനികരെ തീരുമാനിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനമാസത്തിലെ പൂരോത്സവമായാണ് ആഘോഷിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ഭജനയും ദേവീഗാന നൃത്തവും കോൽക്കളിയും ചെണ്ടമേളവുമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ. മീനമാസത്തിലെ പൂരനാളിലാണ് ദേവിയുടെ താലികെട്ട് മഹോത്സവം നടത്താറുള്ളത്. എല്ലാ മാസവും ശക്തി കർമ്മങ്ങളും എല്ലാ വർഷവും ശക്തി പൂജയും ശിവരാത്രിയും നവരാത്രിയും നടത്തി വരാറുണ്ട്. മിഥുനം കർക്കിടക മാസങ്ങളിൽ വഴിപാട് സംക്രമ പൂജകളും തുലാമാസം തേങ്ങയേറും നടത്തി വരുന്നു. ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മ കൊണ്ട് ഉത്സവം അതിമനോഹരമാക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരീക്കടവ് ക്ഷേത്ര ഉത്സവം. ഉത്സവം തുടങ്ങി 7 ദിവസം ആഘോഷിക്കുമ്പോൾ ഈ 7 ദിവസങ്ങളിലും എല്ലാ നേരവും, അതായത് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം എല്ലാം വരുന്നവർക്കെല്ലാം ഇവിടെ നിന്ന് കൊടുക്കുന്നു. ധാരാളം ആളുകൾ ഇവിടെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായി വരികയും അമ്മയെ കണ്ട് വിഷമങ്ങൾ പറഞ്ഞു പോകുന്നു. പ്രശാന്ത സുന്ദരമായ സ്ഥലത്താണ് ക്ഷേത്രവും ക്ഷേത്ര ചൈതന്യവും നിലകൊള്ളുന്നത്. ഉത്സവങ്ങൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആത്മീയതയും നിറയ്ക്കുന്ന പ്രത്യേക ദിവസങ്ങളാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഉത്സവങ്ങൾ വളരെ വൈവിധ്യമാർന്നതും സാംസ്കാരികമായി സമ്പന്നവുമാണ്. ഓരോ ഉത്സവത്തിനും പ്രത്യേകമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഉത്സവങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷം, ഐക്യം, സമാധാനം എന്നിവ കൊണ്ടുവരുന്നു. കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്ന സമയത്ത് ഉത്സവങ്ങൾ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായി മാറുന്നു. ഉത്സവ സമയത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും പൂജകൾ, ദീപങ്ങൾ, പുഷ്പാലങ്കാരങ്ങൾ എന്നിവ നടക്കുന്നു.
ചില ഉത്സവങ്ങളിൽ നൃത്തങ്ങൾ, സംഗീതം, ഘോഷയാത്രകൾ എന്നിവയും ഉണ്ടാകും. ഉത്സവങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ്. അവ മനുഷ്യരെ സന്തോഷത്തിലും ഐക്യത്തിലും ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉത്സവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്തം പ്രധാനമാണ്. പുരാതന കാലം മുതൽ മനുഷ്യൻ പ്രകൃതിയോടും ദൈവത്തോടും ബന്ധപ്പെട്ട് ഉത്സവങ്ങൾ ആഘോഷിച്ചു വന്നിരുന്നു. വിളവെടുപ്പ്, കാലാവസ്ഥാ മാറ്റം, ദൈവാരാധന, പുരാണ കഥകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഉത്സവങ്ങൾ രൂപപ്പെട്ടു. ഉത്സവം തുടങ്ങിയാൽ മാത്രം പുറത്തെടുക്കുന്ന പൊന്നും വിളക്കാണിത്. ഈ ഉത്സവകാലത്ത് 7 ദിവസങ്ങളിൽ മാത്രമാണ് ഈ വിളക്ക് പുറത്തെടുക്കുക. അല്ലാത്ത സമയങ്ങളിൽ ഇത് ക്ഷേത്രത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പൂരക്കളിയിൽ കൊച്ചുകുട്ടികൾ പോലും താളത്തിനൊപ്പം മനോഹരമായി ചുവടുകൾ വയ്ക്കുന്നു. കടലിനോട് ചേർന്നാണ് ഈ ദേവീക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ആവോളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.